ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈൽ. ചക്കക്കുരു ഉപയോഗിച്ച് നമ്മളൊന്ന് ഹലുവ ഉണ്ടാക്കാൻ കേട്ടോ. ചക്കക്കുരു കൊണ്ട് പല വിഭവങ്ങളും നമ്മുടെ ചാനലിലുണ്ട്, തീർച്ചയായും നിങ്ങളൊന്ന് കാണണം. ചക്കക്കുരു പോഷക സമൃദ്ധമാണ്. പോഷക സമൃദ്ധമായ ചക്കക്കുരു ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമ്മളൊരു ഹലുവ ഉണ്ടാക്കണം. ഹലുവയിൽ നമ്മൾ പരമാവധി ഓയിലൊക്കെ കുറച്ച് മധുരമൊക്കെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടി നമ്മൾ ചക്കക്കുരു കഴുകി എടുത്തിട്ട് ഇത് ബോയിൽ ചെയ്യണം. കുക്കറിലിട്ടിട്ട് നമ്മളൊരു 3-4 പ്രാവശ്യം അടിക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ തണുത്തതിന് ശേഷം ആ തൊണ്ട് ഒക്കെ ഉരിഞ്ഞ് കളഞ്ഞ് അതതിൻ്റെ പ്ലാസ്റ്റിക് പോലെയുള്ള സ്കിന്നൊക്കെ കളഞ്ഞ് ബ്രൗൺ സ്കിന്ന് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പ്യൂരി അടിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് പ്യൂരി അടിക്കണം. ചെറിയ ചെറിയ പീസുകളുണ്ടെങ്കിലും കുഴപ്പമില്ല, എന്നാലും അല്പം വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ പ്യൂരി അടിക്കാനായിട്ട്. ഇതിൻ്റെ പൗഡറൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും, അങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള ചക്കക്കുരു ഉപയോഗിക്കുന്നുള്ള ഒരു ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ രീതിയിൽ നമുക്ക് ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കാം. ചക്കക്കുരു ഷേക്ക്, ചക്കക്കുരു പായസം, ഇതൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കിലോയ്ക്ക് നമ്മൾ ഏകദേശം 1 കിലോ തന്നെ ശർക്കര എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മധുരം കിട്ടും കേട്ടോ. ഇപ്പോൾ ശർക്കര പാനി ഉണ്ടാക്കിയിട്ടുണ്ട്. ചക്കക്കുരു നന്നായിട്ട് ബ്ലെൻഡറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉരുളിയിലിട്ട് വരട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി നമ്മൾ തിളപ്പിച്ച് എടുക്കുക എന്നുള്ള ഒരു ശ്രമകരമായ ഒരു ദൗത്യമാണ്. അപ്പോൾ ചക്കക്കുരും ശർക്കര പാനിയും നന്നായിട്ട് വരട്ടിയെടുക്കുക എന്ന് പറയും. ഉള്ളിൽ വരട്ടിയെടുക്കുമ്പോൾ അതൊന്ന് അല്പം നെയ്യ്, നമ്മൾ മറ്റുള്ള ഓയിലൊന്നും അധികം ഉപയോഗിക്കണില്ല കേട്ടോ, നെയ്യ് ചേർക്കണം. അതുപോലെ ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴാണ് നമ്മൾ തേങ്ങാപ്പാൽ. ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ 1 കിലോ വരുന്ന ചക്കക്കുരും ചേർത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടുതൽ ചേർക്കാം. അല്പം ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. ചക്കക്കുരു നന്നായിട്ട് വരട്ടി ഈ പരുവത്തിലായി കഴിയുമ്പോൾ നമ്മൾ അതിൽ സീസണിങ് ആയിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചേർക്കണം. ഇത് നമ്മൾ കുറച്ച് കാഷ്നട്ടും വൈറ്റ് സെസിമിയൊക്കെ നമ്മൾ വറുത്തിടും കേട്ടോ. നെയ്യും മാത്രമാണ്. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ അല്പം ഏലക്കപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്, ഏലക്കയും ചുക്കും കൂടിയുള്ള പൊടി. പിന്നെ ഇതാ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ വെളുത്തുള്ളും കുറച്ച് കശുവണ്ടി പരിപ്പും ഒന്ന് വറുത്തിടുക. ഞാൻ ഓയിലല്ല വറുത്തിടണം, ഓയിലിൻ്റെ ആവശ്യം പരമാവധി നമ്മൾ കുറച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇത് ഗ്ലൂട്ടോൺ ഫ്രീ ആണ്, അതായത് ഫ്ലോറുകളൊന്നും നമ്മൾ ചേർക്കണില്ല. അങ്ങനെ വരട്ടിയെടുത്ത ചക്കയാണ് കേട്ടോ ചക്കക്കുരു. അപ്പോൾ ചക്കക്കുരു കൊണ്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഹലുവയാണ്. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയാം. താങ്ക് യു. എൻജോയ് ദ ലൈഫ്. സജീസ് ഫ്ലവർ ടൈൽ. ബൈ.